ഹലോ ഗായ്സ്. അപ്പോൾ മെയ് 15 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബർത്ത്ഡേക്ക് എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് 2 ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാവേ. ആദ്യത്തെ ഗിഫ്റ്റാണ് ഇവൻ. സത്യത്തിൽ ഞാനിത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഗായ്സ്. കാരണം എനിക്ക് എങ്ങനെയാണ് ഒരു മീനിനെ വളർത്തേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. രണ്ടാമത് എനിക്ക് ഇന്നേ ഒരു പെറ്റിനെ കിട്ടിയിട്ടില്ല. ഞാൻ ഒറ്റമോളാണ്, ഞാൻ എപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ എനിക്കൊരു പെറ്റിനെ ആണെന്ന് പറഞ്ഞാലും എൻ്റെ പേരൻസ് അത് വാങ്ങി തരില്ല. ബിക്കോസ് എനിക്കും നോക്കാൻ നേരം ഉണ്ടാവില്ല, മമ്മിക്കും നോക്കാൻ നേരം ഉണ്ടാവില്ല. പപ്പ പിന്നെ നാട്ടിലില്ല. എനിക്ക് പറ്റൊന്നും ഇല്ലാത്തതിന് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഇവന് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഗൈസ്. അവൻ ഇടയ്ക്ക് ഭയങ്കര വിയേർഡാണ് കേട്ടോ. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഓടി, പിന്നെ കുറേ നേരം മിണ്ടാണ്ട് നിന്ന്. എനിക്ക് ഈ മീനിനെ കുറിച്ചൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ പേടിക്കും ഇവൻ എന്ത് ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യണേന്നൊക്കെ. പക്ഷെ പാവാട്ടോ. ഇത് ഈ കുപ്പി ഇതൊക്കെ അവൾ ഗിഫ്റ്റ് ചെയ്ത് തന്നപ്പോൾ കിട്ടിയ കുപ്പിയാണ് കേട്ടോ. ഈ കുപ്പി മാറ്റണം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഇവന് വേണ്ടിയിട്ടുള്ള ഒരു ബൗള് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അധികം വൈകാതെ വരും. കുറച്ച് ഓക്സിജൻ കിട്ടിക്കോട്ടെ, അത് തുറന്നു കൊടുക്കാം അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രെയിമാണെന്ന് തോന്നുന്നുണ്ട്. കണ്ടില്ലേ? ഞാൻ ഇതുവരെ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. ഞാൻ എന്താ പറയുക, കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ എനിക്ക് ഇത് വീഡിയോ എടുക്കാൻ ഒന്നാം തീയതി കിട്ടിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കേണ്ട കാരണമാണ് ഞാൻ ഇതേവരെ പൊളിക്കാണ്ട് ഇതിനെടുത്ത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പൊളിച്ച് നോക്കിയാലോ. ഇത് അവളുടെ തന്നെ ക്രിയേഷനാണെന്നാണ് കേട്ടോ എന്നോട് പറഞ്ഞത്. ഞാൻ പേര് പറയാൻ മറന്നു. ഇത് തന്ന ആളുടെ പേര് ശ്രേയ എന്നാണ്. പക്ഷെ ഞാൻ അവളെ മിന്നു വിളിക്കാം. ജസ്റ്റ് എ ക്യൂട്ട് വൺ. മിന്നൂസ് ക്രിയേഷൻ ആണെന്നാണ് ഇവളോട് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഞാൻ അത് ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ടാണ് കേട്ടോ. കണ്ടിട്ടില്ലേ? സോറി, എന്താണ് ഇതിൻ്റെ ഉള്ളിലേക്ക് അറിയില്ല. ഇതും കൂടെ പൊളിച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം അല്ലേ. നോക്കിയാലോ. ഓ ഗോഡ്, കൊള്ളാം. ഇതാണ് കേട്ടോ ആള്, മിന്നു. നല്ലല്ലേ ഗൈസ്? റിഫ്ലക്ഷൻ കാരണോട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ ഇവളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. 7ാം ക്ലാസ്സിൽ എനിക്ക് കിട്ടിയ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. താങ്ക് യു സോ മച്ച്. സോ ലക്കി ഗൈസ്, എനിക്ക് ഇവളെ കിട്ടിയത്. നിങ്ങൾക്കുണ്ട് ഇങ്ങനത്തെ അടിപൊളി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.